സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരൊക്കെ ഗൂഗിൾ ഉപയോഗിക്കും. ഈ ഗൂഗിൾ ഉപയോഗിക്കുന്നേരം അതിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങളാണ് ഈ വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. എന്തൊക്കെയത് ഗൂഗിളിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഗൂഗിളിന്റെ ആക്ടിവിറ്റി കൺട്രോൾ, എന്തൊക്കെ ഗൂഗിളിൽ സിങ്ക് ചെയ്തിരിക്കുക, എങ്ങനെയൊക്കെ ക്ലിയർ ചെയ്യാം. ഇതിലേക്കൊക്കെ നമുക്ക് നമ്മളെ ഫോണിന്റെ സെറ്റിംഗ്സിലുള്ള ഗൂഗിൾ എന്ന ഓപ്ഷനിൽ കൂടെ പോകാനാവും. എന്നാൽ വളരെ ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ പോകാനും അതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വഴി. നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ക്രോം ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ മേലെ 3 ഡോട്ട് കാണും. അതിൽ മെല്ലെ ഒരു കുത്ത് കൊടുത്താൽ ഇവിടെ താഴെ സെറ്റിംഗ്സ് കാണും. സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് ഇട്ട് അങ്ങ് കാണാം. ഇവിടെ കുറെ സംഭവങ്ങൾ കാണാം. അതില് സിങ്ക് ഗൂഗിൾ സർവീസ് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ സിങ്ക് യുവർ ക്രോം ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് എനേബിൾ ആയിരിക്കും. അതിന്റെ താഴെ മാനേജ് സിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ഏറ്റവും താഴെയുള്ള 3 ഓപ്ഷൻസ് അതാണ് നമ്മൾ നോക്കുന്നത്. ഗൂഗിൾ ആക്ടിവിറ്റി കൺട്രോൾ, ഇത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സെറ്റിംഗ്സ് കൂടെ പോകാനാവും. പക്ഷെ വളരെ ഷോർട്ടായിട്ട് നമ്മളെ ആക്ടിവിറ്റി കൺട്രോൾസിൽ എത്തിയുള്ള ഒരു വഴിയാണ് ഇത്. പിന്നുള്ളത് എൻക്രിപ്ഷൻ, മാനേജ് സിങ്ക്ഡ് ഡാറ്റ. ആദ്യം നമുക്ക് ഗൂഗിൾ ആക്ടിവിറ്റി കൺട്രോൾ നോക്കാം. ഗൂഗിൾ ആക്ടിവിറ്റി കൺട്രോൾസ് ഓപ്പൺ ചെയ്താൽ ഇവിടെ നമുക്ക് ഗൂഗിളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിക്കോ അതൊക്കെ നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. മേലെ തന്നെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ഉണ്ടാവും. അത് ഓണിലുണ്ടാകാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ആക്കിയിട്ടാൽ നിങ്ങളെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ഒന്നും ഇതിന്റെ ഹിസ്റ്ററിയിൽ സേവ് ആകുകയില്ല. നമുക്ക് പിന്നെ അത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരികയില്ല. പിന്നുള്ളത് സി ഓൾ ആക്ടിവിറ്റി എന്നുള്ള താഴത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളെ മുഴുവൻ ആക്ടിവിറ്റികളും, ലൊക്കേഷൻ ഹിസ്റ്ററി, യൂട്യൂബ് ഹിസ്റ്ററി, അതുപോലെ എല്ലാ ഹിസ്റ്ററികളും നമ്മൾ ഗൂഗിളായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്തിക്കോ അല്ല ഫോണിൽ എന്തൊക്കെ ചെയ്തിക്കോ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യാം. ലൊക്കേഷൻ ഹിസ്റ്ററി ഇവിടെ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതും വരുന്ന ഒക്കെ സ്ഥലം ഗൂഗിളിൽ സേവ് ആവും. അതൊന്നും സേവ് ആകില്ല. നമ്മളെ ലൊക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഗൂഗിളിൽ സേവ് ആകില്ല. അതുപോലെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി, യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ സെർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ആക്കിയാലും ഇവിടെ ഗൂഗിളിൽ അത് സേവ് ആയി നിൽക്കുന്നുണ്ടാവും. ഇവിടുന്ന് ഡിലീറ്റ് ആക്കിയാലാണ് ഡിലീറ്റ് ആവും. ഇതിനൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ 4 രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി ഓർഡർ ദാൻ 3 months എന്നുള്ള മേലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ 18 മാസത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, 36 മാസത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡോണ്ട് ഓട്ടോ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്. ഡോണ്ട് ഓട്ടോ ഡിലീറ്റിൽ കൊടുത്താൽ നമ്മൾ മാനുവലായിട്ട് ഡിലീറ്റ് ആക്കുന്നേരാണ് ഡിലീറ്റ് ആവും. അല്ലെങ്കിൽ നമുക്ക് ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര മാസം കഴിയുന്നേരം ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആവണമെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഡിലീറ്റ് ആവും. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എൻക്രിപ്ഷൻ. ഇതാണ് ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട ഭാഗം. എൻക്രിപ്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ എൻക്രിപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് കിട്ടുക. ഒന്ന്, നമ്മളെ സ്വന്തമായിട്ട് ഒരു പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് എൻക്രിപ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള അതിലാണ് ഉണ്ടാകുക. നമ്മൾ ഒന്നാമത്തെ എൻക്രിപ്റ്റ് സിങ്ക് ഡാറ്റ വിത്ത് യുവർ ഓൺ സിങ്ക് പാസ്വേഡ് എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളെ ആ പാസ്വേഡ് ഉപയോഗിച്ചല്ലാണ്ട് മറ്റൊരാൾക്കും നമ്മളെ ഗൂഗിൾ ഡാറ്റകൾ ആക്സസ് ചെയ്യാനാകില്ല. ഒരാൾക്ക് ഓപ്പൺ ചെയ്യാനോ കാണാനോ കേൾക്കാനോ വായിക്കാനോ ഒന്നും ആകില്ല. പക്ഷെ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് പേയ്മെന്റ് മെത്തേഡ്, അഡ്രസ്സ്, അതുപോലത്തേനൊന്നും എൻക്രിപ്ഷൻ ഉണ്ടാകില്ല. അതൊക്കെ നോർമലായിട്ട് തന്നെ ഉണ്ടാകുക. ഇവിടെ നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാന്ന് ഒരു പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് മേലെയും താഴെയും ഒരേ പാസ്വേഡ് കൊടുക്കുക. അതായത് മേലെ പാസ്വേഡ് കൊടുക്കുക, താഴെ കൺഫേം ചെയ്യുക, എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡാറ്റകൾ കംപ്ലീറ്റ് അവിടെ എൻക്രിപ്റ്റ് ആവും. ഇനി നമുക്ക് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പാസ്വേഡ് ക്രിയേറ്റ് ആയി, നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞ്. ഇനി നിങ്ങളോട് ബൈ ചാൻസ് ഈ പാസ്വേഡ് മറന്നുപോയാൽ എന്ത് ചെയ്യുക? നമുക്ക് റീസെറ്റ് സിങ്ക് എന്നുള്ള ഒരു ഓപ്ഷനിലൂടെ ഇതിൽ കൂടെ നമുക്ക് മൊത്തം റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്യുന്ന നേരം ഇവിടെ റീസെറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അങ്ങ് കാണാൻ നമ്മളെ എല്ലാ ഡാറ്റകളും ഇവിടെ ആപ്സ്, എക്സ്റ്റൻഷൻസ്, സെറ്റിംഗ്സ്, ഓട്ടോ ഫില്ല്, അങ്ങനെയുള്ള എല്ലാ ഡാറ്റകളും ഒരു പൂട്ട് ചിഹ്നം കാണുന്നില്ലേ, എല്ലാം എൻക്രിപ്റ്റഡ് ആണ്. ഇത് നമുക്ക് വീണ്ടും ആക്സസ് ചെയ്യണമെങ്കിൽ, അതായത് പാസ്വേഡ് മറന്നു പോയാൽ ആക്സസ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിയർ ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തേക്ക് ഈ ക്ലിയർ ഡാറ്റയിൽ കൂടെ നമുക്കിത് റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ആയിട്ടാണ് വരിക. പിന്നെ നമുക്ക് വീണ്ടും അതൊക്കെ ഉപയോഗിക്കാം. പിന്നെയുള്ള മൂന്നാമത്തെ ഓപ്ഷൻ മാനേജ് സിങ്ക്ഡ് ഡാറ്റ എന്നുള്ളതാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നമ്മൾ എന്തൊക്കെ ഡാറ്റകൾ ഗൂഗിളായിട്ട് സിങ്ക് ചെയ്തിക്കോ അതൊക്കെ അവിടുന്ന് മാനേജ് ചെയ്യാനാവും. അടുത്തത് നിങ്ങൾ ഇവിടുന്ന് ഏറ്റവും താഴേക്ക് പോയാൽ ഇവിടെ ടച്ച് ടു സെർച്ച് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇത് ഓഫിലുണ്ടാകുക, നമുക്കൊന്ന് ഓൺ ആക്കി കൊടുക്കാം. ഓൺ ആക്കി കൊടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുന്നേരം ഞാൻ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു ഗൂഗിളിന്റെ ഒരു പേജിലേക്ക് പോയിട്ടെ.
ഇപ്പൊ ഗൂഗിളിൽ ഞാനൊരു പേജ് ഓപ്പൺ ചെയ്ത് ഈ പേജിലുള്ള എന്തെങ്കിലും കാര്യത്തിനെ പറ്റി നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി വീണ്ടും സെർച്ച് ചെയ്യണമെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പം കുക്കിംഗ്, ഞാൻ ആ വാക്കൊന്ന് ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം അതിന്റെ സെർച്ച് ഓപ്ഷൻ വന്ന് ഒന്ന് മേലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് അറിയാം. ഇതുപോലെ ഒന്ന് മാത്രമല്ല, നമുക്ക് ഒന്നിലധികം കാര്യങ്ങൾ സെർച്ച് ചെയ്യണമെങ്കിൽ ഇതാ എന്ത് വേണമെങ്കിലും നമുക്ക് ഉള്ള പേജിൽ നിന്ന് തന്നെ പുറത്ത് പോകാണ്ട്, നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പേജിൽ നിന്ന് തന്നെ പുറത്ത് പോകാണ്ട് അവിടെ നിന്ന് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അത് ഓണാക്കിയിട്ടാൽ ഉപകാരപ്പെടും. അപ്പോൾ ഗൂഗിളായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ട്, നിങ്ങളെ ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.